ജൂൺ 30 ഞായറാഴ്ച. മാർക്കോസ് 5:21 മുതൽ 43 വരെ വാക്യങ്ങൾ. സ്പർശനം ഒരു ശക്തമായ കാര്യമാണ്, അല്ലേ? മനുഷ്യ സ്പർശനത്തിൻ്റെ ശക്തി സങ്കല്പിക്കാനാവാത്തതാണ്. മനുഷ്യ സ്പർശം നഷ്ടപ്പെട്ടാൽ ശിശുക്കൾക്കുണ്ടാകുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മുതിർന്നവരുടെ കാര്യത്തിലും ഇത് ശരിയാണ്. നമ്മളെല്ലാം തൊടാൻ കൊതിക്കുന്നു. ഇന്ന് നമുക്ക് 2 സ്പർശനങ്ങളുടെ കഥ നോക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു 2 സ്ത്രീകളെ സുഖപ്പെടുത്തുന്നത് കാണാം. 2 സ്പർശനങ്ങളുടെ കഥയാണിത്. 12 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ജീവൻ അപകടപ്പെടുത്തുന്ന പനി ഉണ്ട്. പ്രായമായ മറ്റേ സ്ത്രീക്ക് 12 വർഷങ്ങളായുള്ള അസുഖമുണ്ട്. ജൈറസിൻ്റെ മകളാണ് 12 വയസ്സുള്ള പെൺകുട്ടി. ജൈറസ് ഒരു സിനഗോഗിലെ നേതാവാണ്. അവൻ നഗരത്തിലെ വലിയ ആളാണ്. അവൻ തൻ്റെ മകളെക്കുറിച്ച് വളരെ വേവലാതിപ്പെടുന്നു. ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ യേശുവിൻ്റെ അടുത്തേക്ക് നടന്ന് അവൻ്റെ കാൽക്കൽ വീണ് തൻ്റെ മകളെ പനിയിൽ നിന്ന് സുഖപ്പെടുത്താൻ യേശുവിനോട് അപേക്ഷിക്കുന്നു. യേശു അവൻ്റെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മറ്റൊരു സംഭവം നടക്കുന്നു. മറ്റൊരു സ്ത്രീ രംഗപ്രവേശനം ചെയ്യുന്നു. ആ സ്ത്രീ ഒരു രക്തസ്രാവക്കാരിയാണ്. ഒരു സ്ത്രീ ആർത്തവ ചക്രത്തിലായിരിക്കുമ്പോൾ അവൾ അശുദ്ധയാണെന്ന് മോശയുടെ നിയമങ്ങൾ പറയുന്നുണ്ട്. അശുദ്ധനായ ഒരാൾ വീണ്ടും ശുദ്ധനാകുന്നവരെ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് ജീവിക്കണം. ഇനി 12 വർഷത്തേക്ക് നിങ്ങളുടെ ആർത്തവം നിലച്ചിട്ടില്ലെങ്കിൽ എന്ന് സങ്കല്പിക്കുക. ഈ സ്ത്രീ 12 വർഷമായി ഒറ്റപ്പെടലിൻ്റെ ചുവന്ന കൂടാരത്തിലായിരുന്നു. 12 വർഷമായി ആരും അവളെ തൊട്ടിട്ടില്ല. ആ സ്ത്രീ ധൈര്യം സംഭരിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ തള്ളിക്കയറി യേശുവിൻ്റെ മേലങ്കിയുടെ വിളുമ്പിൽ തൊടുന്നു. അവൻ ഉടനെ നിന്നു. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിക്കുന്നു. തന്നെ തൊട്ട ആ സ്ത്രീയെ അവൻ കാണുന്നു. അവൾ ഇങ്ങനെ ചെയ്യാൻ ഉണ്ടായ അവളുടെ ആഗ്രഹവും അവളുടെ ധൈര്യവും അവൻ കാണുന്നു. അവൻ കുനിഞ്ഞ് അവളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാ ജൈറസിൻ്റെ വീട്ടിൽ നിന്നൊരു ദൂതൻ വരുന്നു. അവൻ്റെ മകൾ മരിച്ചു. യേശു ജനക്കൂട്ടത്തെ വിട്ട് മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. തിരഞ്ഞെടുത്ത ചിലരെ മാത്രം കൊണ്ട് അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അവൻ അവളെ സ്പർശിക്കുകയും ചെയ്യുന്നു. ഉടനെ അവൾ ജീവനോടെ എഴുന്നേൽക്കുന്നു. ഒരു നിമിഷം ഈ 2 സ്പർശനങ്ങളെ നമുക്ക് നോക്കാം. 2 സാഹചര്യങ്ങളിലും ഇവ നിരോധിത സ്പർശനങ്ങളായിരുന്നു. ഒരു വ്യക്തി അശുദ്ധയായ സ്ത്രീയെയോ മൃതദേഹത്തെയോ സ്പർശിച്ചാൽ ആ വ്യക്തി അശുദ്ധനാകുമെന്ന് മോശയുടെ നിയമം വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. അശുദ്ധിയാണ് ഇവിടുത്തെ ശക്തമായ ഘടകം. എന്നാൽ യേശു അശുദ്ധമായതിനെ സ്പർശിക്കുമ്പോൾ അത് നേരെ വിപരീതമാകുന്നു. അശുദ്ധമായത് ശുദ്ധമാകുന്നു.
ഇതാണ് യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ ശക്തി. നിയമം അശുദ്ധമായി പ്രഖ്യാപിക്കുന്നതിനെ ശുദ്ധമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ എങ്ങനെയാണ് ദൈവം സ്പർശിക്കേണ്ടത്? ഇന്ന് ആർക്കാണ് നിങ്ങളുടെ സ്പർശനം വേണ്ടത്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.